ഹലോ ഫ്രണ്ട്സ്, ബീങ് പവിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ പൊതുവേ എല്ലാ ഫങ്ഷൻസിനും ആദ്യം ചൂസ് ചെയ്യുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാരി തന്നെ ആയിരിക്കില്ലേ. നമ്മുടെ സാരി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ വിയർ ആണില്ലേ. നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ഡ്രസ്സാണ് നമ്മുടെ സാരി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സാരിയിലെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സാരീൻ്റെ ബ്ലൗസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സാരീൻ്റെ ഒരു ടോട്ടൽ ലുക്ക് തന്നെ ആകെ കൊളാവും. അപ്പോൾ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലൗസ് പെർഫെക്റ്റ് ലുക്കിലും അതേപോലെ തന്നെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അളവിലും സ്റ്റിച്ച് ചെയ്യിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെഷർമെൻ്റ് ആണ് കേട്ടോ. നമുക്കറിയാം, നമ്മുടെ മെഷർമെൻറ്റ് അത്രയും കറക്റ്റായിട്ട് എടുത്താൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്ത്, അതേപോലെ തന്നെ കൈക്കുഴി, നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗം, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയുക. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റൊക്കെ നമ്മൾ നല്ല രീതിയിൽ നല്ല കറക്റ്റായിട്ട് തന്നെ എടുക്കുക. അപ്പോഴേ നമ്മളെ ബ്ലൗസ് അത്യാവശ്യം നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഷോൾഡറിൻ്റെ ഭാഗം, അതേപോലെ തന്നെ നിങ്ങളുടെ കഴുത്തിൻ്റെ ഇറക്കം, കഴുത്തിൻ്റെ വീതി, അതേപോലെ നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗം, അതൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ബ്ലൗസ് ആ ഒരു കറക്റ്റ് ഫിറ്റിങ്ങിൽ അതേപോലെ തന്നെ നല്ല വൃത്തിയിലും തയ്ച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു പഴയ ഫിറ്റിംഗ് ആയിട്ടുള്ള ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കുന്നതിന് പകരം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നന്നാവുക നിങ്ങൾ മെഷർമെൻറ്റ് എടുത്തിട്ട് തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ വണ്ണം വയ്ക്കാനോ മെലിയാനോ ഒക്കെ ഉള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഒരു വൃത്തി ചിലപ്പോൾ ബ്ലൗസിന് നമ്മൾ അളവ് ബ്ലൗസ് കൊടുത്ത് തയ്പ്പിക്കുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മെഷർമെൻറ്റ് എടുത്തിട്ട് തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാൽ തന്നെ നമ്മുടെ ബ്ലൗസ് അത്യാവശ്യം നല്ല നീറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മെഷർമെൻറ്റ് നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ, നമ്മുടെ ഫാബ്രിക്. നിങ്ങൾ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഒരു കോട്ടൺ തുണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാഷ് ചെയ്തതിന് ശേഷം മാത്രം, വാഷ് ചെയ്തൊന്ന് അയൺ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ കോട്ടൻ്റെ ഫാബ്രിക് നിങ്ങൾക്കറിയാം, ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കോട്ടൻ്റെ ഫാബ്രിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുക്കുക. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ബ്ലൗസിൻ്റെ ലൈനിങ്. നമ്മളെപ്പോഴും ബോധേഡ് അല്ലാത്തൊരു കാര്യമാണ്, നമ്മൾ നെവർ മൈൻഡ് ആക്കി വിടുന്നൊരു കാര്യമാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ലൈനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ലൈനിങ് ബ്ലൗസിനോട് മാച്ച് ചെയ്ത് പോകുന്നൊരു ലൈനിങ് നമ്മൾ എടുത്ത് കൊടുക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ബ്ലൗസിൻ്റെ ലൈനിങ്ങിന് നമ്മുടെ ബ്ലൗസിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ബ്ലൗസിൻ്റെ ലൈനിങ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു മെറ്റീരിയൽ തന്നെ തിരഞ്ഞെടുക്കുക. കോട്ടൺ ആണെങ്കിലും അല്ല വേറെയുള്ള ടൈപ്പ് ഫാബ്രിക് ആണെങ്കിലും ഒക്കെ നിങ്ങൾ നല്ലൊരു മെറ്റീരിയൽ ലൈനിങ് തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ബ്ലൗസ് ഒന്നും കൂടി നീറ്റായിട്ട് കാണിക്കാൻ വേണ്ടി സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈനിങ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കോട്ടൻ്റെ ലൈനിങ് ആണ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ചുരുങ്ങി പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാബ്രിക്കാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്ലൗസിന് റെഫറൻസ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ഒരു റെഫറൻസ് ഒന്നും ഇല്ലാതാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാറ്. അതായത് നമുക്ക് എങ്ങനത്തെ കഴുത്താണ് വേണ്ടത്, എത്ര കൈയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യിക്കാൻ ആരടുത്താണ് കൊടുക്കുന്നത് അവരുടെ അടുത്ത് പറയുക നമ്മൾ എങ്ങനത്തെ ഡിസൈനിനാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇത് സഹായിക്കും.
കേട്ടോ. അപ്പോൾ എങ്ങനത്തെ കഴുത്താണെന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങൾ എങ്ങനത്തെ കൈയാണ് പ്രിഫർ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റിച്ച് ചെയ്യിക്കുന്ന ആളെടുത്ത് പറയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട്, അതായത് ഫ്രണ്ടിൽ ഹുക്കാണോ വേണ്ടത് അല്ലെങ്കിൽ ബാക്കിലാണോ ഹുക്ക് വേണ്ടത്, അല്ലാതെ സിബ് ടൈപ്പുള്ള ബ്ലൗസാണോ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ടൈലറിനോട് പറയുക. അപ്പോൾ നേരത്തെ കൂട്ടി നമ്മുടെ ബ്ലൗസിന് ഒരു റെഫറൻസ് എടുത്ത് പോകുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളെ ബ്ലൗസ് എങ്ങനത്തെ ഡിസൈനിലും സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്യിക്കേണ്ടതെന്നുള്ളത് നേരത്തെ കൂട്ടി ഒന്ന് റെഫറൻസ് ചെയ്ത് പോവുക. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സ്ട്രാ മാർജിനിങ് ആണ്. എക്സ്ട്രാ മാർജിനിങ് എന്ന് പറയുന്നത് നമ്മൾ തയ്യൽ തുമ്പ് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുക. ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചൊക്കെ നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് കൊടുക്കുക. നമ്മൾ ഭാവിയിൽ വണ്ണം വയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലൗസ് ഒന്ന് തുന്നയിച്ച് കുറച്ച് വണ്ണം കൂട്ടാനൊക്കെ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് മാർജിനിങ് കൂട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യൽക്കാരനോട് പറയുക. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇനി പാഡഡ് ആയിട്ടുള്ള ബ്ലൗസൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പാഡിൻ്റെ സ്ഥാനമൊക്കെ കറക്റ്റ് അല്ലേ എന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നോക്കുക. അങ്ങനെ കറക്റ്റായിട്ടുള്ള സ്ഥലവും അതേപോലെ തന്നെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ അതൊരു കുറച്ച് കാണാൻ വേണ്ടിയിട്ട് നീറ്റ് അല്ലാത്ത പോലെ തോന്നും. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ പാഡഡ് ആയിട്ടുള്ള ബ്ലൗസൊക്കെ എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് തന്നെ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളെല്ലാവരും പല തിരക്കിലും അതേപോലെ തന്നെ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യങ്ങളാണ് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങളെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു നീറ്റായിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിയും കേട്ടോ. അപ്പം ഞാനിനി പറയാൻ പോകുന്ന കാര്യമായിട്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മൾ നല്ലൊരു തയ്യൽക്കാരനെ അല്ലെങ്കിൽ തയ്യൽക്കാരിയെയോ കണ്ടെത്തുക. അപ്പം നമ്മൾ നല്ലൊരു ടൈലറെ കണ്ടെത്തുന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. എന്ന് മാത്രം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളെ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് നിങ്ങൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ആളെടുത്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നല്ല നീറ്റ് ആൻഡ് അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.